ഗൈസ് ഇവിടെ നിറച്ചു എന്നല്ല ഒരു 5-6 എണ്ണം കാണും ഇവിടെ. ഇവിടെ ഇപ്പോൾ 4 എണ്ണം എങ്ങാണ്ടേ ഉള്ളൂ. ബീഗുത ഇവിടെ കിടന്ന് നമ്മളെ നോക്കുന്നുണ്ട്. ബീഗൂട്ടാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇവിടെ കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്. ക്യൂട്ട്നെസ് പോലെ വരുത്താൻ കണ്ടോ, അതിനെ കൊതു കുത്തുന്നതിൻ്റെ ഇടയ്ക്ക്. അതെ ഇവിടെ നോക്കിക്കേ ഗൈസ്, നോക്കുന്നുണ്ടോ ബീഗുവിൻ്റെ ഒരു ഇങ്ങനത്തെ പൂ പിച്ചിട്ടുണ്ട്. നീ നമുക്ക് വേറെ ഒരു സാധനം കൂടെ പിച്ചു, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. നമ്മുടെ തുളസിയാണ്. തുളസിയുടെ ഏതെങ്കിലും ഒരു വലിയ ഇതള് പിച്ചാൽ മതി. നമുക്ക് ഏതാ വലിയ ഇതളെന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്കും ബീഗൂട്ടിനവിടെ എന്തോ ചെയ്യുക. വേണ്ട, നമുക്ക് ഇപ്പുറത്ത് വന്ന് നോക്കാം. ഇപ്പുറത്താണ് ഇത്തിരിയും കൂടെ വലിയ ഇതളും. നല്ല ഇതുണ്ട്, സ്കൈ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്, കൂട്ടുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള സ്കൈയാണ്. ക്യാമറയിൽ അത് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടല്ല ആ ഭാഗത്ത് സ്കൈ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. മഴ വരുന്ന ചെറുതായിട്ട് ഇരുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തുണ്ടായി വെക്കാം. നമ്മൾ ഓണം പ്രിപ്പറേഷൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ മിനി വ്ളോഗ് വല്ലതും ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. സ്കൂളുള്ള ദിവസം പറ്റത്തില്ല, കമൻറ്റ് ബോക്സ് ഓണാക്കി ഞങ്ങൾ ഇട്ടേ. ദീപാവലി ആയതുകൊണ്ട് കുറച്ചൊരു 3 ദിവസത്തേക്ക് വീഡിയോസൊക്കെ കാണും. അവധിയാണ്, ഞായർ തിങ്കൾ. ഞാൻ പതുക്കെ പോകുന്നത് എന്താന്ന് വെച്ചാൽ വെള്ളമുണ്ട്. താരെ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നത്, അതുകൊണ്ടാണ്. അപ്പൂപ്പനെ ഇവിടെ TV ആണ് കാണുവാണെങ്കിൽ. അപ്പൂപ്പ ഒരു ഹായ് പറ. ഹായ്. ഇത് നമ്മുടെ വിളക്ക് വെക്കാൻ ഉണ്ടാക്കി വെച്ച സാധനമാണ് അല്ലേ. നമ്മൾ സാധാരണ പേപ്പറിലാണ് ഇടുന്നത്, നമ്മളിതല്ല പൂക്കൾ ഇങ്ങനെ വെച്ചെടുക്കാം. ഇവിടെയും കൂടെ ഫില്ലാക്കാൻ നിറച്ചുകൊണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നാളെ